ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. ആക്ച്വലി ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്ന കണ്ടൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ സമാധാനമായിട്ട് ഇടിയിരുന്നു. ഇന്ന് എനിക്ക് കുറച്ച് മടിയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ മടിയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മേക്കപ്പ് ഒക്കെ കളയണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, നമ്മളെല്ലാവരും മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി എന്താ പറയുക ഡെയിലി റൂട്ടീൻ എന്നൊക്കെ പറയാം. നമുക്കൊരു പാർട്ട് ഓഫ് ദ ലൈഫ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നില്ല, പക്ഷേ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാണ് മേക്കപ്പ് ചെയ്യുന്നത്. പലരും മേക്കപ്പ് ചെയ്യുന്നത് പല എന്താ പറയുക, ചിലർക്ക് ഇഷ്ടത്തോടെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ ജോലിയുടെ ഭാഗമായിട്ടും പല പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ സ്ത്രീകളെല്ലാവരും മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ ഒരുപാട് സാധനങ്ങളെടുത്ത് മുഖത്ത് വെക്കുക അങ്ങനത്തെ ഒരു ശീലങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് വെൽ ഡ്രസ്ഡായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്ലസൻ്റായിട്ട് ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കണം. അപ്പം ഞാനിപ്പോഴും മേക്കപ്പ് ചെയ്യാറുണ്ട്, കുറേയൊക്കെ പോയിട്ടോ. അപ്പം ഞാൻ എന്ന് വിചാരിച്ചു, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന കാര്യം. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് വന്ന അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ കുറേ പേര് ചെയ്യാറില്ല എന്ന് എനിക്കറിയാം. ഞാനും ഈ പറഞ്ഞ ഭയങ്കര മടിയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് അങ്ങനെ ഒരാളൊന്നും അല്ല ഞാൻ ആക്ച്വലി. പക്ഷേ റീസെൻ്റ്ലി ഞാൻ എൻ്റെ സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ തോന്നുന്ന ഒരു തോട്ടിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക. അതിൽ പലരും പല രീതിയിലാണ് റിമൂവ് ചെയ്യുന്നത്. ആക്ച്വലി സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സുഡിയോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മേക്കപ്പ് റിമൂവലാണ്, പക്ഷേ ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഓപ്പൺ ചെയ്തുവാണെങ്കിൽ വെറ്റ് വൈപ്സ് ആണ്, പക്ഷേ മേക്കപ്പ് റിമൂവൽ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഞാനിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം പൊട്ടിയടിച്ചിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യണം. റിമൂവ് ഇതിന് ശേഷം നമ്മൾ സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്ത്, ഒരു ഫേസ് വാഷ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ പൊട്ടൊക്കെ പോയി ആ ഫേസ് വാഷൊക്കെ ചെയ്ത്, അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ചെയ്ത്, പിന്നെ എന്തെങ്കിലും സെറം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറം യൂസ് ചെയ്യുക. അതിനുശേഷം മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് ഒരുങ്ങുന്നത്. മീൻസ് നമ്മൾ എന്തായാലും ഒരു ഷവർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാം പോകും. ബട്ട് സ്റ്റിൽ ഞാൻ പറയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് കുളിക്കാൻ പോകണം ആക്ച്വലി. അപ്പം ഇതൊക്കെ കളഞ്ഞ്, ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമ്മൾ സോപ്പൊന്നും മുഖത്ത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഇതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പം പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഈവൻ ദോ ഈ പറഞ്ഞ പോലെ മേക്കപ്പ് റിമൂവൽ ആയിട്ടുള്ള സാധനങ്ങളായാലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ മെനക്കെടാറില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സുഡിയോ എന്ന് വാങ്ങിച്ചിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ഒരു എന്താ പറയുക ബെഡ് വൈപ്സ്, അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവൽ ടിഷ്യൂ വടവർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 30 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതായത് 29 രൂപ 30 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട്, ഇതിൽ അലോവേര ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ്, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ എൻ്റെ ഡയറക്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പം എന്തായാലും വാട്ടവർ കണ്ടൻറ്റ് എന്തോ ആയിക്കോട്ടെ, ഇൻഗ്രീഡിയൻസ് എന്തോ ആയിക്കോട്ടെ, അതല്ലല്ലോ ഇപ്പോഴത്തെ മാറ്റർ. സോ കഴിവതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മുഖമൊക്കെ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത്, സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഇല്ലാത്തപ്പോഴാണ് സ്കിന്ന് കാണാൻ നല്ലത്. അപ്പം ഇതൊക്കെ കളഞ്ഞ് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത്, സെറമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സെറം യൂസ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസ് ചെയ്യുക, സ്ലീപ്പ് വെൽ, ആൻഡ് ഓൾസോ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നല്ലതായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അതിനുശേഷം അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. എനിക്കൊന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുന്നത്. ക്യാൻറ്റീനിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സ്കിന്ന് നല്ല ഗ്ലോയിങ് സ്കിന്നായിട്ട് വരും. കുറച്ച് സ്കിന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒത്തിരി വലിച്ചിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ചെയ്യുക, റിമൂവ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഇട്ട് ഡാബ് ചെയ്യുന്ന തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ഒത്തിരി പ്രഷർ ചെയ്തിട്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത്. സ്കിന്ന് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.